എന്താ മനസ്സിലായില്ല? അത് ശരി, നീ തുടങ്ങി അപ്പോഴേക്കും. അപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ ഇതൊക്കെ ചോദിക്കണ്ടേ? പേരും നാളൊക്കെ ചോദിക്കണ്ടേ? ക്യൂട്ട്. ശരി, അപ്പൊ അത് ശരി, ഒക്കെ സെറ്റ് ആക്കി വെച്ച് ചേച്ചി വരുന്നതിന് മുമ്പ് തന്നെ. ഒരു ആങ്കറിന്റെ അങ്ങനെ ചേച്ചിക്ക് തന്നെ അങ്ങനെ നടത്താറില്ലേ? ഓക്കെ, പോട്ടെ. അപ്പൊ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് മോളെ അങ്ങ് പരിചയപ്പെടുത്താം. ശരി, എന്താണ് മോളിന്റെ പേര്? സുമിഷ. സുമിഷയുടെ സ്ഥലം എവിടെയാ? എളമക്കര. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 5ല്. അപ്പൊ 5ാം ക്ലാസ് പഠിക്കുന്ന സുമിഷയാണ് ഇന്ന് നമുക്ക് വേണ്ടി നല്ലൊരു കിടിലൻ ഡിഷ് ഒരുക്കാൻ പോകുന്നത്. കോളിഫ്ലവർ ഒക്കെ ഉണ്ട്. സോ കോളിഫ്ലവർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആരും ടിവിയുടെ മുമ്പ് മാറി നിൽക്കരുത്. സുമിഷയുടെ ഒരു ഗ്രേറ്റ് സാധനം വരുന്നുണ്ട്. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ചേച്ചി നമ്മുടെ റിയാലിറ്റി ഷോസിലൊക്കെ ജഡ്ജ് ഇരിക്കുന്ന പോലെ ചേച്ചിയുടെ ഒരു വലിയൊരു രാജസിംഹാസനം അവിടെയാണ്. അപ്പൊ ചേച്ചി ഇരുന്നത്. അമ്മ പോയപ്പോ പേടിച്ചോ? പേടിയുണ്ടായിപ്പോ? ചെറുതായിട്ടൊരു പേടിയില്ലേ? അതിനൊന്നും ആവശ്യമില്ല. ഒരു കുഴപ്പമില്ല, ധൈര്യത്തോട് കൂടി നമുക്ക് അങ്ങ് തുടങ്ങാം. അപ്പൊ മോള് എന്താണെന്ന് ഉണ്ടാക്കാൻ പോണേ? ഗോബി മഞ്ചൂരിയൻ. ഓക്കെ, സ്പെഷ്യൽ ആയിട്ട് എന്താ? സാധാരണ ഗോബി മഞ്ചൂരിയനും ഇത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. നമ്മൾ എന്തായാലും ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് അല്ലേ? ആരാണ് ഗുരു? ഇതാണോ ഗുരു? വായുവാണോ ഗുരു? നാണം കുണിയാണ്. യെസ്, അപ്പൊ കിഡ്സ് കിച്ചൺ പവർഡ് ബൈ ഈസ്റ്റേൺ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഒരു ഗ്രേറ്റ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം സുമിഷയാണ് വന്നിരിക്കുന്നത്. സുമിഷ ഇവിടെ കോളിഫ്ലവർ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കാൻ പോവാണോ? ഗോപി ആരാ വരുന്നുണ്ടോ? ഗോപി ആരാ? ഗോപി എന്ന് പറഞ്ഞാൽ ഇതാണോ ഗോപി? ഞാൻ മോടെ കൂട്ടുകാരനെ അറിയില്ല ഒന്ന്. ശരി, അപ്പൊ ഗോബിനെ എടുത്തിട്ട് ഇതിനുള്ളിൽ ഇടുന്നോ? അല്ല, ഇതിലാദ്യം തിളച്ച വെള്ളത്തില് കുറച്ച് ഉപ്പിടണം. ഓക്കെ, കുറച്ച് ഉപ്പിടണം. ഉപ്പ് ഈ വെള്ളം നല്ല സോൾട്ടി ആകുമ്പോ ഇത് ഇതിനകത്തിടണം. അത് അതിനകത്തിടണം. അപ്പൊ മോൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണ്? ഗോബി മഞ്ചൂരിയൻ. ഓക്കെ, സൂപ്പർ. അപ്പൊ ഗോബി മഞ്ചൂരിയനാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഡിഷ് തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കാം. ആദ്യം ഞാൻ മോളിൽ ഉപ്പെടുത്ത് കൊടുക്കുന്നു. ഉപ്പിൽ നിന്ന് ആരംഭിക്കാം. ഓക്കെ, 2 ടേബിൾ സ്പൂൺ ഉപ്പിടണം. 2 ടേബിൾ സ്പൂൺ ഉപ്പ്. നമ്മള് കൈയിട്ട് മിക്സ് ആക്കട്ടെ? ഞാൻ കൈ കൊള്ളോ? അറിയാലോ അതൊക്കെ ഒറ്റയ്ക്ക് വീട്ടില് കുക്ക് ചെയ്യുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മോള്. വിളങ്ങുമ്പോ ഇതിണ്ടാക്കത്തില്ല. സോ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കിഡ്സും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള എണ്ണയിലേക്ക് അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലേക്കൊക്കെ എന്തെങ്കിലും ഇടാണെന്നുണ്ടെങ്കിൽ ചറപറാന്ന് പറയാൻ ഇടരുത്. പതുക്കെ പതുക്കെ നോക്കി ഇടാം. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് അത് അവിടെ കിടന്നിട്ട് തിളയ്ക്കും. ഒരു 4-3 മിനിറ്റ് അത് തിളയുമ്പോ അതെടുത്ത് ഒരു പ്ലേറ്റിലാക്കണം. അപ്പൊ നമുക്ക് സമയമുണ്ടല്ലോ, ഇനി 4-3 മിനിറ്റ് ഒക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇവിടുത്തെ മറ്റേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. മൈദമാവ്, കോൺഫ്ലവർ, ഇത് സവാള. ഇത് എനിക്കറിയാം, ഇത് സവാള അല്ലേ? പിന്നെ ഇത് തക്കാളി. ഇതെന്താ? തക്കാളി ഇതല്ല? ഓക്കെ, ക്യാപ്സിക്കം. ഓക്കെ, പിന്നെന്താ? ഇതൊക്കെ എന്തെന്നാ? ഇത് ഗാർലിക്, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ സോസും കാര്യങ്ങളൊക്കെ അല്ലേ? എന്തൊക്കെ സോസാണിത്? ഇത് സോയാ സോസ്, അത് ചില്ലി സോസ്, ഇത് കെച്ചപ്പ്. ഓക്കെ, ഇത് മുളക്. പിന്നെ ഈ പൊടി ഉണ്ടല്ലോ, ഇവിടെ എന്തോ ഒരു പൊടി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എന്താ മോളെ? അമ്മയെ നോക്കുന്നു. അമ്മ, അത് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ്. ഓക്കെ, സൂപ്പർ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. വളരെ സിമ്പിൾ ആണ് അല്ലേ? വേറൊരു കാര്യം പറയാനുള്ള മോളുടെ അടുത്ത്, സോസൊക്കെ ഉണ്ടല്ലോ. സോസൊക്കെ കുറച്ച് ഡേഞ്ചർ ആണ് നമുക്ക്. ഇത് വീട്ടിലുണ്ടാക്കിയ സോസാ? കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ? സോ ടൊമാറ്റോ സോസ് ഒക്കെ കഴിവതും വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ഫുഡ് കഴിക്കാം. വലിയ പണിയൊന്നുമില്ല ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ. യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ കിട്ടും.
ഓക്കെ ഉണ്ടാക്കാറുണ്ടോ? എന്നിട്ടാണ് അപ്പൊ അത് ഉണ്ടാക്കി നെക്സ്റ്റ് ടൈം അതായിട്ട് വരണം കേട്ടോ. ഓക്കെ ശരി. അപ്പൊ മോളെ അപ്പൊ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇവിടെ ഗോപിനെ പിടിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. സോ ഗോപി മഞ്ചൂരിയൻ ഇങ്ങനെ ഗോപി തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് വേറൊരു കാര്യം, ചേച്ചിയെ പരിചയപ്പെടാൻ മറന്നുപോയി. ചേച്ചിയുടെ പേര് മേഘന. മേഘന. ശരി. ഓക്കെ ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ് ആണ്. നാട്ടിൽ തന്നെ? എറണാകുളത്താണ്. എറണാകുളം നോർത്തിലാണ്. ഓക്കെ. എന്ത് ബിസിനസ് ആണ്? SMA ബാക്കേഴ്സ് എന്നുള്ള പേരിലാണ്. മെയിൻ ഓഫീസാണ്. ചേട്ടനും ചേച്ചിയും കൂടെ നടത്തണോ? അതെ. വീട്ടിൽ കുക്ക് ചെയ്യാനൊക്കെ സമയം കിട്ടാറുണ്ടോ? ബിസിനസ് ആകുമ്പോൾ ഫുൾ തിരക്കാവില്ലേ? തീർച്ചയായിട്ടും കിട്ടാറുണ്ട്. അപ്പൊ ജങ്ക് ഫുഡ് ആണോ വാങ്ങി കഴിക്കാറ്? അല്ല, സ്വയം കുക്ക് ചെയ്തിട്ട് തന്നെയാണ്. വൺസ് ഇൻ എ വൈൽ പുറത്തു പോയി കഴിക്കാറുണ്ട്. കൂടുതലും വീട്ടിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യാറ്. അത് നല്ലൊരു കാര്യമാണ്. ആക്ച്വലി ഇപ്പത്തെ യൂത്തിനും എല്ലാം ഒരു മാതൃകയാണ് ചേച്ചിയുടെ ഫാമിലി. കാരണം എത്രയൊക്കെ ബിസി ആണെന്നുണ്ടെങ്കിലും വീട്ടിൽ വന്ന് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കുക. ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കുക നല്ലൊരു കാര്യമാണ്. ഹോസ്റ്റൽ റെസ്റ്റോറന്റ് ഉടമകളുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഒന്നും പറയല്ല. ശരി, അപ്പൊ നമുക്ക് ഫുഡിലേക്ക് കിടക്കാം മോളെ. ശരി, അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യണ്ടേ? ഇത് പ്ലേറ്റിൽ ഇത് വെന്ത് കഴിഞ്ഞോ? ഇപ്പൊ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? എന്ത് കാണിക്കുന്നേ? ഇതെന്തായാലും പൂച്ചക്കുട്ടി എന്തെങ്കിലും ആണോ തൊട്ട് വെക്കാൻ? കൈ കൊള്ളൂലേ? യെസ്, നമ്മുടെ കോളിഫ്ലവർ ഇവിടെ തിളച്ച് നല്ല അടിപൊളി പരുവായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ട മോളെ? യെസ്, പ്ലേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്കുന്ന ജോലി മോളുടേതാണ്. ഇതെങ്ങനെ വെന്തോന്ന് എങ്ങനെയാ മോളെ അറിഞ്ഞേ? എങ്ങനെ അറിയാൻ പറ്റിയത്? ഇതെങ്ങനെയാ എത്ര വേവ് വേണോന്നൊക്കെ? കുറച്ചു നേരം ഇട്ടാ മതി, തിളപ്പിച്ചാ മതി, വെള്ളം തിളയ്ക്കുന്ന വരെ അല്ലേ? ഓക്കെ ശരി. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കണേ? ബാൻസില്. 3rd സ്റ്റാൻഡേർഡ് അല്ല, സോറി 5th സ്റ്റാൻഡേർഡ്, റൈറ്റ്? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് വേറെ? ചേട്ടനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇത് എനിക്ക് ഇഷ്ടമായി മോള് പറഞ്ഞത്. അതായത് കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്ക് മനസ്സിലായി, ഓക്കെ ഇത് കഴിഞ്ഞ് അടുത്തതായിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണോ എന്നുള്ളത് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ നമ്മുടെ കുട്ടി ചെയ്തിട്ടുണ്ട്. സോ നല്ല കാര്യമാണ്. കാരണം ഇപ്പൊ എല്ലാവരും അങ്ങ് തുറന്നു വെച്ചുകൊണ്ട് അങ്ങ് പോകും. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ കുക്കിന്റെ സമയത്ത് ബാലപാഠങ്ങളായിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. യെസ്, അപ്പൊ ഇനി നമുക്ക് മിക്സിംഗിലേക്ക് പോവാം. അടുത്ത എന്താ? മിക്സിംഗ് തന്നെ അല്ലേ? ഇതിന് എണ്ണയിലിട്ട് വറക്കാൻ. അപ്പൊ അതിനാദ്യം എന്ത് ചെയ്യണം? അതൊരു ബാറ്റർ ഉണ്ടാക്കാൻ എങ്ങനെയാ? അത് ആദ്യം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടും. ഓക്കെ, കോൺഫ്ലവർ ഞാൻ എടുത്തു തരാം. അപ്പൊ മോൾ ആ സൈഡിൽ നിന്നുള്ളത് മോൾ എടുത്തു. ഓക്കെ, കോൺഫ്ലവർ ഏതാ മൈദ ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരും ഇങ്ങനെ തെറ്റി. ഇതാണോ മൈദ? ഇത് കോൺഫ്ലവർ. ഈ 3 സോസിന്റെ പ്രത്യേകത എന്താ? അതറിയില്ല. ഓക്കെ ശരി. അപ്പൊ ഇനി നെക്സ്റ്റ് വാട്ട്സ് നെക്സ്റ്റ്? നെക്സ്റ്റ് ഇനി ഉപ്പ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതില് കുറച്ച് വെള്ളമായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കളിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണോ ഇതിനകത്ത്? കുറച്ചായിട്ട്. മതി. ഓക്കെ ശരി. അപ്പൊ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു. കോളിഫ്ലവർ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് പൊടിയിടാം. ഈ കട്ട പിടിച്ച സാധനം കണ്ട, അത് കയ്യും വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് കയ്യും വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പൊ അത് കട്ട പിടിച്ച് പോവും, വെള്ളം പോലെയാണ്. ഓക്കെ. ഇത് ആരാ മോൾക്ക് പഠിപ്പിച്ചു തന്നത്? ഇത് അമ്മ വീട്ടിലുണ്ടാക്കാറുണ്ടോ ഗോബി മഞ്ചൂരിയൻ? അമ്മയുടെ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. വേറെ എന്തൊക്കെ ഉണ്ടാക്കും? പനീർ ബട്ടർ മസാല ഉണ്ടാക്കും. ശരി. ഇനി ഗോബി ഇടുന്നു. യെസ്, അപ്പൊ നമ്മളിപ്പോ ഇത് ആദ്യം തിളപ്പിച്ച് വെച്ചായിരുന്നു. ഇത് ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ ഇത് ഉണ്ടാക്കി മൈദമാവും കോൺഫ്ലവറും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു കോളിഫ്ലവർ അതിനകത്ത് ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു.
എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തത് വീട്ടിലിരുന്നോണ്ട്? 2 പ്രാവശ്യം സക്സസ് ആയിരുന്നോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ? അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വേഗം ഉണ്ടാക്ക്. എത്ര സമയം എടുക്കും? 1 മണിക്കൂർ. പെട്ടെന്ന് ഉണ്ടാക്കണം. എനിക്ക് 1/2 മണിക്കൂർ കൊണ്ട് കിട്ടണം സാധനം. വിശന്നിരിക്കുക. ഓക്കെ, കുറച്ചും കൂടി കോൺഫ്ലവർ. കുറച്ചും കൂടെ കോൺഫ്ലവർ വേണം. ഓക്കെ, അപ്പൊ ഫാമിലി മൊത്തം ഇതാണ്. നല്ല അടിപൊളി. അച്ഛനുണ്ടാക്കാറുണ്ടോ? അച്ഛൻ എന്തൊക്കെ ഉണ്ടാക്കാറ്? അച്ഛൻ കൊറേയൊക്കെ ഉണ്ടാക്കും. ശരി. അച്ഛനെല്ലാം യൂട്യൂബിൽ നോക്കിട്ട്. മോൾ എങ്ങനെ നോക്കിട്ട്? മോൾക്ക് അമ്മ പറഞ്ഞുതരും. അമ്മ എങ്ങനെ പഠിച്ചേ? അമ്മ യൂട്യൂബ് നോക്കി പഠിക്കുന്നതാണ്. യൂട്യൂബ് വന്നത് ഭാഗ്യമാണല്ലേ. ഇവളുടെ ചിരി ഭയങ്കര ക്യൂട്ടാ. ഞാൻ വന്നപ്പോ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ചിരിച്ചേ, നാണം വന്ന ചിരി. ഭയങ്കര ക്യൂട്ടാണ് പുള്ളിക്കാരുടെ ചിരി. ഇതിങ്ങനെ സെപ്പറേറ്റ് ആകുമ്പോ ഇനി എണ്ണ ചൂടാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? എണ്ണ ചൂടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? എണ്ണ വേണം. പിന്നെ ഒരു പാൻ. എവിടെ പോവും? സീനാണല്ലോ. ഫാനില്ല. ശരി പോട്ടെ. ഞാനേ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്. ഞാൻ അവനോട് നിൽക്കാൻ പറയട്ടെ. ശരി, അവൻ കണ്ണടയ്ക്ക്. അവൻ നീ നോക്കിയാലൊന്നും കാണൂല. കണ്ണടയ്ക്ക്. ഫാൻ. കിട്ടി. കണ്ട എന്റെ കഴിവ് കണ്ട നീ പെട്ടെന്ന് വായുവിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ പാൻ റെഡിയാണ്. വെളിച്ചെണ്ണയും കൂടെ തരാം. ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. കുക്ക് ചെയ്യുമ്പോ എങ്ങനെയാണെങ്കിലും, ഇപ്പൊ ഏത് വലിയ കുക്കാണെങ്കിലും ഷെഫ് ആണെങ്കിലും പാളിപ്പോയ ഒരു ചരിത്രം ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു കഥ ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരു ദിവസം ചേട്ടത്തിയമ്മ പിന്നെ ബ്രദറിലോ എല്ലാരും വന്നപ്പോ ഞാനങ്ങ് സാമ്പാർ വെച്ചപ്പോ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഹസ്ബൻഡ് പറഞ്ഞു അത് രസാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വളരെ മോശമായി. ഞാൻ എങ്ങനെ ഇത് അവതരിപ്പിക്കുക? അപ്പം ചേട്ടത്തിക്ക് അത് മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ ചേട്ടത്തിയമ്മ പറഞ്ഞു അത് നല്ല രസാണ്. അത് തിരിച്ച് ചേട്ടത്തിയമ്മ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോയി രക്ഷിച്ചു. സാമ്പാറിന് പകരം രസാണെന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. അതാണ് ജീവിതത്തിൽ സംബന്ധിച്ച ഏറ്റവും വലിയ അമളി. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇവിടെ ചൂടായിട്ടുണ്ട്. ചേച്ചിയുടെ കഥ കേട്ട് ഹാപ്പി ആയി. അമ്മയുടെ പഴയ കഥ കേട്ടപ്പോ ഹാപ്പി ആയോ? ഞാൻ അമ്മേനെ കളിയാക്കണ്ട വീട്ടിൽ പോയിട്ട്. ഇതൊക്കെ കളിയായിട്ട് അമ്മ തിരിച്ച് പണി തരും കളിയാക്കുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെയാണോ ഇടണ്ടേ? ഇങ്ങനെയാണോ ഇടാം? ആയോ? കൈയിട്ട് നോക്കുന്നോ? യെസ്, നമ്മളപ്പോ വറക്കാൻ ഇട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പതഞ്ഞ് പോകുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല അല്ലേ? എന്തുകൊണ്ട് ഇളക്കി കൊടുക്കാൻ പാടില്ലാത്ത? ഇളക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കണം. അതെന്താ ഇപ്പൊ ഇളക്കാൻ പാടില്ലാത്ത? അല്ലെങ്കിൽ ഇതിന്റെ കോട്ടിംഗ് ഒക്കെ പോകും. നമ്മൾ കഷ്ടപ്പെടുന്നത് വെറുതെ ആവും. ഓ ശരി. അച്ഛന്റെ കൈവെട്ടിയ മകൻ. അച്ഛന്റെ കൈവെട്ടിയ മകൻ. ഞാൻ തല കെട്ടിയാന്ന് നിന്റെ പറയാൻ പറ്റില്ല. നിന്റെ സ്വഭാവം വെച്ചിട്ട്. എന്റെ പൊന്നടവ അങ്ങനെയല്ലടാ. ഞാൻ വെറുതെ പറഞ്ഞ ഇവനെന്റെ വീടിന് ചുറ്റൂട്ട് ഓടിച്ചു വെട്ടാൻ നോക്കിയേ. അവൻ എന്റെ മകനെന്ന് വല്ല വാഴ വെച്ചാൽ മതിയായിരുന്നു മോളെ. അത് തന്നെ നിന്റെ അച്ഛനും ആലോചിച്ചിട്ടുണ്ടാവും. ഇന്ന് ഈ ഒരു ഗതി വരില്ലായിരുന്നല്ലോ. ശരി. അല്ല എന്താ ഉണ്ടാക്കണം? അത് നിനക്ക് പരിചയമാണ് വഴിയില്ല. ഗോപി എന്ന് പറഞ്ഞു. മറ്റേ സുരേഷ് ഗോപി. ഭരത് ഗോപിയാണോ? വെച്ച് തരൂ ടേസ്റ്റ് ചെയ്യാനായിട്ട്. തിന്നണം. പക്ഷേ തമാശയല്ല. അപ്പൊ ഇടാൻ പറ്റില്ലല്ലേ? നിങ്ങൾ ഈ മുതലാളി സ്വഭാവം ഇത് തന്നെ മോളെ. എന്ത് തരാന്ന് പറഞ്ഞ പറ്റി. ഇന്ന് ഞാൻ വേറെ ഐറ്റമായിട്ട് വന്നേക്കണം. പൂരപ്പറമ്പിൽ അടിച്ചു മാറ്റിയത്. പൂരപ്പറമ്പിൽ നിന്നും അടിച്ചു മാറ്റിയതല്ല. നിനക്ക് കളിക്കാനുള്ള ഇതെന്റെ കഴിവ് കണ്ടിട്ട്, എന്റെ കണക്കിലുള്ള കഴിവ് കണ്ടിട്ട് എന്റെ അധ്യാപകൻ ചൊക്കലിംഗ മാമൻ എനിക്ക് തന്നതാ. ഇത് കളിക്കാൻ അറിയാം. ഇതിനെ പറ്റി അറിയാം. ABCD അറിയോ രണ്ടുപേർക്കും? ഇതിന്റെ എനിക്കറിയാം. എന്ത് ABCD? റൂബിക്സ് ക്യൂബ് അല്ല, ഇത് ഫുള്ളാക്കാൻ.
പിള്ളേർക്ക് അറിയോ? ഇതെന്തിനാന്നറിയോ? ഇത് ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്തതിന് അല്ല, ഞാനൊരു വെല്ലുവിളിയായിട്ട് എടുക്കുന്നു. എന്താണ്? ഞാനിത് ശരിയാക്കിയിട്ട് വരുള്ളൂ. ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ഷോ തീർന്നു. എന്താണ്? ഞാൻ പുറത്ത് പോയിക്കോളാം. എന്നെ അങ്ങനെ ചീത്തൊന്നും പറയണ്ട. അല്ല, എന്താണ് ഷഫിൾ ചെയ്ത് തരാന്നോ? എന്ന് വെച്ചാല് എന്റെ മോളെ വിവരം ഞാൻ വെല്ലുവിളിയായിട്ട് എടുക്കുന്നു. ഞാൻ പോകുന്നു. ഇത് ഇനി 8 കിട്ടും 16 പീസായിട്ട് മോളുടെ കയ്യിലേക്ക് വരുള്ളൂ. ഓക്കെ. അപ്പൊ ഇതെന്തായി മോളെ? അപ്പൊ ഇനി ഇത് ഒന്ന് ഇളക്കണം. മോള് തന്നെ ഇളക്കിക്കോ. ഹെൽപ്പ് ചെയ്യണോ? നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു പിടിയിൽ പിടിച്ചിട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിരിക്കും. യെസ്. അപ്പൊ ഇതിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത്, ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതല്ലാണ്ട് വേറെ എന്താ നമുക്ക് ചെയ്യാനുള്ള മോളെ? ഇത് ഇടാനുള്ള സോസ് ഉണ്ടാക്കണം. അപ്പൊ സോസ് നമുക്ക് ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിക്കൂടെ? പക്ഷെ ഇടയ്ക്ക് ഇത് ഇളക്കണം. അത് ഞാൻ നോക്കിക്കോളാം. ഇത് എനിക്ക് വിട്ടു തന്നേക്കും. മറ്റേത് മോളെ നോക്കുവോ? ശരി. അയ്യോ, അവിടെ ഫാൻ വേണ്ടേ? ശരി, വീണ്ടും ഞാൻ ആ ഫ്രണ്ടിനെ വിളിക്കേണ്ടി വരും, പൈലറ്റിനെ. ശരി, കണ്ണടക്കി, ഞാൻ വിളിക്കട്ടെ. ആ മച്ചാ, ഇട്ടാടാ. ആ താങ്ക്സ്. ബൈ ബൈ. ഇതൊക്കെയാണ്, വെറുതെ ആണ് ഞാനൊക്കെ ഈസി ആയിട്ട് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ കത്തിച്ച് തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇതില് 3 ടേബിൾ സ്പൂൺ എണ്ണ ഇടാം. മതിയോ? ശരി. ആദ്യം ഇടണം. ഇത് എങ്ങനെയാ നമ്മൾ ഇതിന്റെ ഫ്രൈ എങ്ങനെ അറിയാൻ പറ്റുക? ഗോൾഡൻ ബ്രൗൺ ആണ്. ഇതിപ്പോ ഏത് ബ്രൗണാ? ഇതിപ്പോ എന്ത് ബ്രൗണായി? ഇതായാ? ഇത് മുളക് 1 ടേബിൾ സ്പൂൺ. മുളക്. ഇനി സവാള. ഇതവിടെ സൂപ്പർ ആയിട്ടുള്ള നല്ല അടിപൊളി ഗോപി മഞ്ചൂരിയൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ചടങ്ങ് ആസ് യൂഷ്വൽ ടേസ്റ്റിംഗും ഇതിന്റെ ഒരു ഗുണനിലവാരമൊക്കെ നമുക്കൊന്ന് കണക്കാക്കണ്ടേ? സോ അതിനു മുമ്പ് ഇപ്പൊ പെട്ടെന്ന് ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വിശപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോവാ. പെട്ടെന്ന് വരണം. ലെറ്റ്സ് ഗോ ഫോർ എ ഷോട്ട്. Malayalis marry. ഇങ്ങനത്തെ പോലെ ഡാർക്ക് കളർ വന്ന ഉപ്പിടണം. ഇനി എന്താ ചെയ്യണ്ടേ? എല്ലാം ഒഴിക്കരുത്. 1 ടേബിൾ 2 ടേബിൾ സ്പൂൺ.
സ്പൂൺ. ഓക്കേ. ഇനി പെപ്പർ 1/4 സ്പൂൺ മതിയാവും. കോൺഫ്ലവർ ആ കോൺഫ്ലവർ 1 ടീസ്പൂൺ. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളം. സ്പ്രിംഗ് ഒനിയൻ കുറച്ചിടണം മോളെ. ആ ഒരു സാധനം മറന്നുപോയി. ഒനിയനും പെപ്പർ പൗഡറും ഇടണം. ആ സ്പ്രിംഗ് ഓണിയൻ ഇടാം. കെച്ചപ്പ് വേണം. കെച്ചപ്പ്. കഴിഞ്ഞ് കഴിഞ്ഞാല് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി കോളിഫ്ലവർ ഇടാം. നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഇവിടെ 2 ഗസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ആരൊക്കെയാണ് മോളുസേ? ഇത് അമ്മ, ആ ഇത് അമ്മൂമ്മ. അമ്മൂമ്മ നമസ്കാരം. അമ്മൂമ്മയുടെ പേരെന്താ? സരോജിനി. സരോജിനി. ഓക്കെ. എന്ത് തോന്നുന്നു മകളുടെ ഈ ഒരു കുക്കിംഗ് ഒക്കെ കണ്ടിട്ട്? മകളല്ലേ? നല്ല സൂപ്പർ, നല്ല ഇതാണ്, അവൾക്കറിയാം. അതെ, ഞങ്ങൾ ഉച്ചയ്ക്ക് തുടങ്ങിയതാ. ഇപ്പത്തെ സൂര്യനൊക്കെ പോയി. സൂര്യൻ വരെ കാത്തിരുന്ന് പോയി. ലൈറ്റ് ഒക്കെ പോയി പിന്നില് അല്ലേ? പക്ഷെ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ. സോ നല്ല അടിപൊളി ഡിഷ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഇനി വേറൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്. ഈ ഒരു റിസോർട്ടിന്റെ GM മിസ്റ്റർ ശരത് സാർ ഇവിടെ വന്നിട്ടുണ്ട്. ശരത് സാർ പ്ലീസ് കം. സാർ, നമ്മുടെ കിഡ്സ് കിച്ചൻ ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് ഒന്നല്ല, നമ്മുടെ കൊച്ചു കുട്ടിയാണ്. സോ ജഡ്ജിന്റെ ഒന്നും ആവശ്യമില്ല. സാർ എന്നെ ടേസ്റ്റ് ചെയ്യണമെന്ന് ഇവൾക്കറിയാൻ നിർബന്ധം. എങ്ങനെയുണ്ട് സാർ നമ്മുടെ മോളൂസിന്റെ ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഷോ, എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ കിഡ്സ് കിച്ചൺ പവർഡ് ബൈ ഈസ്റ്റേൺ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈസ്റ്റേൺ ആണ്. കോക്കനട്ട് ഓയിൽ മുതൽ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഈ ഫുഡ് മാറിയതും. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ശരത് സാറിന് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഞങ്ങൾക്ക് തന്നതിൽ. സോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ വേറൊരു കിടിലൻ ഡിഷുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഇറ്റ്സ് മീ അമീൻ ആൻഡ് സുമിഷ signing off. Bye.